അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാനുള്ളത് നമ്മുടെ തൃശ്ശൂർ പൂരത്തിലാണ്. അപ്പൊ തൃശ്ശൂർ പൂരത്തിന് വന്നു, കുടമാറ്റവും കാര്യങ്ങളൊക്കെ കണ്ടു. പക്ഷെ അതിന്റെ ഉള്ളിൽ കയറാൻ പറ്റിയില്ല. ഭയങ്കര ചൂടായിരുന്നു, ഭയങ്കര തിക്കും തിരക്കായിരുന്നു. ഫാമിലി ഉള്ളത് കൊണ്ട് അതിന്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിന്റെ പുറത്തുള്ള കാഴ്ചകളാണ് ഞാൻ കൂടുതൽ ഷൂട്ട് ചെയ്തത്. കുടമാറ്റം കുറച്ച് ഞാൻ നിങ്ങൾക്കായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് കാഴ്ചകളും തൃശ്ശൂർ പൂരത്തിന്റെ രാത്രിയിലെ കുറെ കാഴ്ചകളുമായിട്ട് ഞാൻ നിങ്ങളുടെ കുറച്ച് നേരം ഉണ്ടാവും. തൃശ്ശൂർ പൂരത്തിലേക്ക് സ്വാഗതം. അപ്പോൾ കറക്റ്റ് 6 മണിക്ക് തന്നെ കുടമാറ്റം ആരംഭിക്കാൻ പോവാണ്. അപ്പോൾ അതിനുള്ള നമ്മുടെ വരവേൽപ്പാണ്, ഗജവീരന്മാരുടെ വരവേൽപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു, നല്ല ചൂടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിൽക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം മാത്രം അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പല ഭാഗങ്ങളിൽ പോയിട്ട് ചെറിയ ചെറിയ വീഡിയോകൾ എടുത്ത് നമ്മൾ അതിൽ നിന്ന് സ്കൂട്ടായി അതിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു പോവുകയായിരുന്നു. അപ്പോൾ കാണാൻ നല്ല ചന്തമാണ്, കാഴ്ചയാണ്. പക്ഷെ ചൂട്, തിരക്ക്, ഫാമിലി ഉള്ളതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടുതൽ നേരം നിൽക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള അസ്വസ്ഥതകൾ കാരണം കൊണ്ട് കുറച്ച് ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കേരളത്തിന് പുറത്തു നിന്നും അനേകായിരം ജനങ്ങളാണ് ഇവിടെ വന്ന് ചേർന്നേക്കുന്നത്. ഇതിൻ്റെ പോലീസ് വണ്ടികളുടെ പാർക്കിങ്ങിൽ തന്നെ ഏകദേശം ഒരു 20,000 നമ്മുടെ കേരള പോലീസിൻ്റെയും മറ്റ് സേനകളുടെയും വണ്ടികളും ആംബുലൻസുകളും ഉണ്ടായിരുന്നു. തിക്കിലും തിരക്കിലൊക്കെ പെട്ടിട്ട് കുറേ പേരെ ആംബുലൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടും പോലീസ് റോഡ് ബ്ലോക്കൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനത്തെ കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ കാണുന്നത് പാറേമേക്കാവിൽ അമ്പലമാണ്. ഇവിടെ കുടമാറ്റത്തിന് ശേഷം പാറേമേക്കാവിൽ ഭഗവതിയുടെ ഭാഗത്ത് നിന്നും പോയിട്ടുള്ള ആനകൾ തിരിച്ച് സന്നിധിയിലേക്ക് എത്തുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഇവരുടെ ഭാഗത്തുനിന്നുള്ള എല്ലാ ആനകളും തന്നെ തിരിച്ച് കുടമാറ്റത്തിന് ശേഷം തിരുസന്നിധിയിലെത്തി നെറ്റിപ്പട്ടവും കാര്യങ്ങളൊക്കെ അഴിച്ചു വെച്ച് ഇവിടെ ഒന്നിച്ചു കൂടുന്ന ഒരു സംഭവമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. പാറേമേക്കാവിൽ അമ്പലത്തിൻ്റെ ഉൾഭാഗത്ത് പോകാനും കുറച്ച് വീഡിയോകളൊക്കെ പകർത്താനും നമുക്ക് സാധിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൻ്റെ ഉൾഭാഗം കാണുന്നത്.
ചെറിയ ചെറിയ വിളക്കുകൾ കൊണ്ട് അതിമനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് എനിക്ക് കാണാൻ സാധിച്ചത്. തൃശ്ശൂർ പൂരത്തിനോടനുബന്ധിച്ച് ഒരു മെഗാ എക്സിബിഷൻ അവിടെ നടക്കുന്നുണ്ട്. അതിൽ ബിസിനസ് സംബന്ധമായിട്ടുള്ള പല കമ്പനികളും പല പുതിയ പുതിയ ലോഞ്ചിങ് സംഭവങ്ങളെല്ലാം ഇതിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സെൻറ്ററിലേക്ക് എൻട്രി പാസ് മൂലം മാത്രമാണ് അനുവദിക്കുക. പാസ് ഇല്ലാത്തവർക്ക് ആർക്കും ഇതിനകത്ത് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എക്സിബിഷൻ സെൻറ്റർ. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം മാത്രമാണ്. ഇതിൻ്റെ ഉള്ളിൽ കിലോമീറ്ററോളം എക്സിബിഷൻ്റെ